നാളെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ അവധി ആഘോഷിക്കാനെത്തി കാണാതായ ഇന്ത്യൻ വംശജയായ US വിദ്യാർത്ഥിനിയുടെ തിരോധാനത്തിൽ ഒട്ടേറെ ദുരൂഹതകൾ. പിറ്റ്സ്ബർഗ് സർവകലാശാലയിൽ പഠിക്കുന്ന സുദീക്ഷ കൊനാങ്കിയെയാണ് മാർച്ച് 6 മുതൽ കാണാതായിരിക്കുന്നത്. കടലിൽ ദിവസങ്ങളോളം തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെയായി യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ലഭിച്ചിട്ടില്ല. 5 സുഹൃത്തുക്കൾക്കൊപ്പം ബീച്ചിലെത്തിയ ശേഷമാണ് യുവതിയെ കാണാതെയാവുന്നത്. കഴിഞ്ഞ ദിവസം സുദീക്ഷയുടെ വസ്ത്രവും ചെരുപ്പും ബീച്ചിന് സമീപമുള്ള ബെഞ്ചിൽ ലഭിച്ചിരുന്നു. സുദീക്ഷയെ കാണാതാകുന്നതിന് തൊട്ടു മുൻപ് ഒരു ബാറിൽ സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രാദേശിക മാധ്യമമായ നോട്ടിസിയ സെൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലെ സൂചനകളിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചേക്കുമെന്നാണ് കരുതുന്നത്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പുൻറ്റാകാന എന്ന നഗരത്തിലെ ബീച്ചിലാണ് 20-കാരിയായ സുദീക്ഷ കൊനാങ്കിയെ മാർച്ച് 6-ന് അവസാനമായി കണ്ടത്. സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടെ എത്തിയ സുദീക്ഷ ബീച്ചിൽ നടക്കാനിറങ്ങിയതായിരുന്നു. പിന്നീട് ഇവരെ ആരും കണ്ടിട്ടില്ല. തുടർന്ന് പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമാക്കിയിരുന്നു. ഡൊമിനിക്കൻ റിപ്പബ്ലിക് അവരുടെ സായുധ സേനയുടെ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും അടക്കം തെരച്ചിലിനായി ഉപയോഗിച്ചു. എന്നാൽ യാതൊരു വിവരവും ലഭിച്ചില്ല. ഇതിനിടെയാണ് പെൺകുട്ടിയും സുഹൃത്തുക്കളും ബാറിലെത്തി സമയം ചെലവഴിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പുരുഷന്മാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നതായാണ് വിവരം. റിയോ റിപ്പബ്ലിക്ക ഹോട്ടൽ ബാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സുദീക്ഷയ്ക്കൊപ്പം ഒടുവിലൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. 24-കാരനായ അയോവയിൽ നിന്നുള്ള ജോഷ്വ സ്റ്റീവ് റൈബ് എന്ന യുവാവിനെയാണ് സുദീക്ഷയ്ക്കൊപ്പം അവസാനമായി കണ്ടത്. ഇയാളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായി പോലീസ് കണ്ടെത്തിയിരുന്നു. സുദീക്ഷയുടെ സുഹൃത്തുക്കൾ പോയ ശേഷം സംഭവിച്ചതായി 3 വ്യത്യസ്ത മൊഴികളാണ് ഒപ്പമുണ്ടായിരുന്ന യുവാവ് നൽകിയത്. അതിലൊന്ന്, കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് താൻ ഛർദ്ദിച്ചുവെന്നും ബീച്ചിൽ നിന്ന് തിരികെ പോന്നുവെന്നും സുദീക്ഷയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അന്വേഷിച്ചിരുന്നതായി യുവാവ് പറഞ്ഞു. മറ്റൊന്നിൽ തനിക്ക് ക്ഷീണം തോന്നിയെന്നും ബോധം പോവും മുമ്പ് സുദീക്ഷയെ മുട്ടറ്റം തിരമാലയിലാണ് കണ്ടതെന്നും ഇയാൾ മൊഴി നൽകി. താൻ ലോഞ്ച് ചെയറിൽ തിരികെ എത്തി ഇറങ്ങുന്നതിന് മുൻപ് സുദീക്ഷ തീരത്തുകൂടി നടക്കുന്നതായാണ് കണ്ടതെന്ന് മറ്റൊരാൾ മൊഴിയിൽ പറഞ്ഞു. ഇപ്പോൾ പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ പെൺകുട്ടികൾക്കൊപ്പം സുദീക്ഷയ്ക്കൊപ്പം അവസാനം ഒപ്പമുണ്ടായിരുന്ന യുവാവിനെയും കാണാം. ബാറിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതിനിടെ സുദീക്ഷ വാ കൈകൊണ്ട് പൊത്തി എഴുന്നേറ്റ് പോകുന്നതും പുൽത്തകടിക്കരികെ ചാഞ്ഞിരിക്കുന്നതും കാണാം. ഉടൻ തന്നെ അവിടെ നിന്നും തിരിഞ്ഞു വന്ന് സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നതും സുഹൃത്തിനെ കെട്ടിപ്പിടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതേസമയം വെള്ള വസ്ത്രം ധരിച്ച പുരുഷൻ ബാറിന് പുറത്ത് അസ്വസ്ഥനായിരിക്കുന്നതും മറ്റൊരു യുവാവ് ഇയാളെ ആശ്വസിപ്പിക്കുന്നതും കാണാം. ഇത് ജോഷ്വ സ്റ്റീവ് റൈബ് ആണെന്നാണ് സൂചന. റിസോർട്ടിലെ ബാറിൽ സുദീക്ഷ സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ചു നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. സംഭവത്തിൽ പോലീസിന്റെ സംശയനിലയിലുള്ള പുരുഷ സുഹൃത്ത് ജോഷ്വ സ്റ്റീവ് റൈബ് എന്ന അമേരിക്കൻ സ്വദേശിയെയും വീഡിയോയിൽ കാണാം. ഇയാൾ മദ്യപിച്ച് ആടിക്കുഴഞ്ഞാണ് നിൽക്കുന്നത്. കാണാതാവുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സുദീക്ഷയും സുഹൃത്തുക്കളും ചേർന്ന് മദ്യപിച്ചതായും ബീച്ചിലേക്ക് പോയതായും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ സുദീക്ഷ ഇല്ലാതെയാണ് സുഹൃത്തുക്കൾ തിരിച്ചെത്തിയത്. 4:15-ഓടെയാണ് ഇവർ ബീച്ചിലേക്ക് പോയത്. 5:55-ന് ശേഷം സുഹൃത്തുക്കൾ തിരിച്ചെന്നെങ്കിലും ഇവർക്കൊപ്പം സുദീക്ഷ ഉണ്ടായിരുന്നില്ല. വൈകിട്ട് 4-ഓടെയാണ് സുദീക്ഷയെ കാണാതായ സംഭവം ഹോട്ടൽ അധികൃതരെ സുഹൃത്തുക്കൾ അറിയിക്കുന്നത്. സുദീക്ഷ ധരിച്ചിരുന്ന ഒരു വസ്ത്രം ബീച്ചിലെ ലോഞ്ച് ചെയറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് ബലപ്രയോഗം നടന്നതിന്റെ തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി.